ഹായ് ഫ്രണ്ട്സ്, ഫിൻചാൽ ചുഴലിക്കാറ്റ്, ഓക്കി, ടോട്ടോ, അങ്ങനെ നമ്മൾ ചുഴലിക്കാറ്റുകൾക്ക് പേരുകൾ കേൾക്കാറുണ്ടല്ലോ. ആരാണ് ഈ പേരുകൾ ഇടുന്നത്, എന്തുകൊണ്ടാണ് പേരുകൾ ഇടുന്നത് എന്ന് നമുക്കൊന്ന് നോക്കിയാലോ. ഈ പേരുകൾ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സംഭവിക്കുന്ന ചുഴലിക്കാറ്റുകൾക്ക് പേര് നിർദ്ദേശിക്കുന്നത് വേൾഡ് മെറ്റീരിയൽ ഓർഗനൈസേഷനും UN-ലെ ഓക്കോസോക്കോയും ഏഷ്യ പസഫിക് എന്നിവർ ചേർന്ന് ഇന്ത്യൻ മഹാസമുദ്രവുമായിട്ട് സംബന്ധിച്ച 13 രാജ്യങ്ങളെ തിരഞ്ഞെടുക്കും. ഈ 13 രാജ്യങ്ങളും 13 പേരുകൾ നിർദ്ദേശിക്കും. അപ്പോൾ ടോട്ടൽ 169 പേരുകളിൽ നിന്നും തുടങ്ങിയവർ കൂടി ചേർന്ന് ഇന്ത്യൻ മഹാസമുദ്രത്തിനോട് ചേർന്നിട്ടുള്ള 13 രാജ്യങ്ങളെ തിരഞ്ഞെടുക്കും. ഈ 13 രാജ്യങ്ങൾ, അതായത് ഇന്ത്യ, ബംഗ്ലാദേശ്, മിയാൻമാർ, ശ്രീലങ്ക, മാൽദീവ്സ്, UAE, ഖത്തർ തുടങ്ങിയ 13 രാജ്യങ്ങൾ ചേർന്ന് 13 പേരുകൾ തിരഞ്ഞെടുക്കും. ഈ 13 ഓരോ രാജ്യവും 13 ടോട്ടൽ 169 പേരിൽ നിന്നും ഓരോ ചുഴലിക്കാറ്റിനും ഓരോ പേര് ഓരോരോ മാറിയിട്ട് നിർദ്ദേശിക്കും. ഇത് നിർദ്ദേശിക്കുന്നത് ഡൽഹിയിലുള്ള ഇന്ത്യൻ മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് ആണ്. ഈ പേര് നിർദ്ദേശിക്കുന്നതിലൂടെ ഇപ്പോൾ ഒരു അപകടം ഉണ്ടാവുമ്പോൾ, അപ്പൊ ഈ ഒരു സമയത്ത് ഫിൻലാൻഡ് ചുഴലിക്കാറ്റാണ്, അപ്പോൾ നമുക്ക് ഓരോ ആവശ്യത്തിനും ഈ പേരുകളിലൂടെ അതിന്റെ കാറ്റിന്റെ സ്വഭാവം, ചുഴലിക്കാറ്റിന്റെ ഇതും നമുക്ക് ഓരോ പേര് വച്ച് അതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് പേരുകൾ ഇടുന്നത്. ഈ ഫിൻചാൽ എന്ന ഈ പേര് ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത് സൗദി അറേബ്യ ആണ്. അറബിക് വേർഡാണ് ഫിൻചാൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ പേരുകൾക്ക് ഇടാൻ പാടില്ലാത്ത പേരുകളുമുണ്ട്. ഓരോ വ്യക്തികളുടെ പേരുകൾ, പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ട പേരുകൾ, അങ്ങനെയുള്ളതൊന്നും ഇടാൻ പാടില്ല. കുറെ ക്രൈറ്റീരിയകളുടെ അടിസ്ഥാനത്തിലാണ് ഈ പേരുകൾ ഇടാൻ. ചുഴലിക്കാറ്റെന്ന് കേൾക്കുമ്പോൾ തന്നെ ആദ്യം മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ജനജീവിതം ദുരിതത്തിൽ വീശിയടിക്കുന്ന കാറ്റിന്റെ താണ്ഡവമാണെങ്കിലും അവയുടെ പേര് പറയുമ്പോൾ കൂടുതൽ പരിചിതമാവുന്നു. അവ വിതയ്ക്കുന്ന നാശനഷ്ടങ്ങളുടെ തീവ്രതയും വേഗവും മനസ്സിലാക്കുക. പൊതുജനങ്ങൾക്കിടയിൽ ബോധവൽക്കരണം ശക്തമാക്കുന്നതിനും അടിയന്തര ഘട്ടങ്ങളിൽ ബന്ധപ്പെട്ട വകുപ്പുകളും ജനങ്ങളും തമ്മിലുള്ള ആശയവിനിമയവും കാര്യമാക്കുന്നതിനും ചുഴലിക്കാറ്റുകൾക്ക് പേര് നൽകുന്നത്. ഡാന ചുഴലിക്കാറ്റിനു ശേഷം ഈ വർഷത്ത് വടക്ക് കിഴക്കൻ മൺസൂൺ സീസണിലേക്ക് ആഞ്ഞു വീശിയ ചുഴലിക്കാറ്റാണ് ഫിൻചാൻ. വീശിയടിക്കുന്ന ചുഴലിക്കാറ്റുകൾ ഓരോന്നും ഓരോ പേരുകൾ കൊണ്ട് തന്നെയാണ് വേഗത്തിൽ തിരിച്ചറിയപ്പെടുന്നത്. ഫൻചാൻ എന്ന പേരിന് പിന്നിൽ GCC രാജ്യങ്ങളിലൊന്നായ സൗദി അറേബ്യയാണ്. അറേബ്യൻ വേർഡാണ് ഫെങ്കൽ എന്ന് പറയുന്നത്.